ക്വിക്കർ മാത്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 11 മുതൽ 19 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഒരു ഈസി ട്രിക്ക് മെത്തേഡാണ്. 11 മുതൽ 19 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് മെത്തേഡ്. നമുക്ക് ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അടുത്ത സംഖ്യ കുറച്ച് സംഖ്യകൾ തന്നിട്ട് അടുത്ത സംഖ്യ കണ്ടുപിടിക്കാനും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്നതാണ് 1 മുതൽ 25 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. അതുപോലെ തന്നെ 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് പഠിച്ചു വെക്കണം എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പഠിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യം വരുന്നില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് 11 മുതൽ 19 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ ഒന്നും കാണാതെ പഠിക്കാണ്ട് ഒരു ട്രിക്ക് മെത്തേഡിൽ കൂടി ഈ ഒരു ട്രിക്ക് മെത്തേഡിൽ കൂടി എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. 11 മുതൽ 19 വരെയുള്ള സംഖ്യകളുടെ വർഗ്ഗമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. സ്ക്വയർ ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. 10ൻ്റെ സ്ക്വയർ അറിയാം, 100 ആണെന്ന് 10ൻ്റെ സ്ക്വയർ അറിയാം. അത് കഴിഞ്ഞിട്ട് 20ൻ്റെ സ്ക്വയർ നമുക്കറിയാം, എളുപ്പത്തിലുള്ളൊരു സംഖ്യയാണ് 400 ആണ് 20ൻ്റെ സ്ക്വയർ. ഇതിനകത്ത് കുറച്ച് സംഖ്യകൾ വരുന്നുണ്ട്. നമുക്കതിൽ 10ഉം 12ഉം ഒക്കെ എളുപ്പത്തിന് അറിയായിരിക്കും. അത് കഴിഞ്ഞ് 17ഉം 15ഉം 19ഉം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ കൺഫ്യൂഷൻ ആകും അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ക്വയർ എങ്ങനെ എളുപ്പത്തിന് കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ 11ൻ്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ 11ൻ്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. 11ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം 11 അതുപോലെ എഴുതുക. 11നെ നമ്മൾ അതുപോലെ എഴുതി. അതിനുശേഷം ആ 11നോടൊപ്പം 1 കൂട്ടുക. 11നോടൊപ്പം 1 കൂട്ടുക. 11ൻ്റെ സ്ക്വയർ നമ്മൾ 11 ഗുണം 11 എന്ന് എഴുതും. അതിനെയാണ് നമ്മളിങ്ങനെ മാറ്റുന്നത്. 11ൻ്റെ സ്ക്വയർ നമ്മൾ 11 ഗുണം 11 എന്ന് എഴുതും അല്ലേ. 11 ഗുണം 11. അതിന് പകരം ആദ്യം ആ 11 എഴുതുക. 11 എഴുതി പ്ലസ് 11ൻ്റെ ആ 11 ഗുണം 11 ആദ്യത്തെ ഒരു 11 എഴുതി, പിന്നെ പ്ലസ് ഇട്ടു, പിന്നെ ആ 1 എഴുതി. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 1ൻ്റെ സ്ക്വയർ എടുക്കുക. 11 പ്ലസ് 1 എത്രയാണ്? 12. ഈ 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1 തന്നെയാണ് അല്ലേ. അപ്പോൾ 1 അതിനോടൊപ്പം ചേർത്ത് എഴുതുക. കഴിഞ്ഞില്ലേ. 11ൻ്റെ സ്ക്വയർ എത്രയാണ്? 121 ആണല്ലോ. 11ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ആ 11 ഗുണം 11 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ 11 അതുപോലെ എഴുതി. എന്നിട്ട് അതിനോടൊപ്പം ആഡ് ചെയ്യാണ്, പ്ലസ് ഇട്ടിട്ട് 1. 11 പ്ലസ് 1. അതിനുശേഷം ആ 1ൻ്റെ സ്ക്വയർ 11 പ്ലസ് 1 12 ആണല്ലോ. പിന്നെ 1ൻ്റെ സ്ക്വയർ അതിനോടൊപ്പം എന്ത് ചെയ്തു? ചേർത്ത് എഴുതിയപ്പോൾ എങ്ങനെ കിട്ടി? 121. 11ൻ്റെ സ്ക്വയർ എത്രയാണ്? 121. നമുക്ക് അടുത്ത സംഖ്യ നോക്കാം. 12. ഇതേ മെത്തേഡാണ് കേട്ടോ. ഇതുപോലെ തന്നെ എഴുതുക. 12ൻ്റെ സ്ക്വയർ 12 ഗുണം 12 എന്നാണ് അല്ലേ. 12 ഗുണം 12. എളുപ്പത്തിന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? 12 പ്ലസ് ആ 12ൽ നിന്ന് നമ്മൾ 12നെ എടുത്ത് 12. ഇനിയുള്ള ഈ സംഖ്യ ഈ 2 ആണല്ലേ. ഇവിടെ നമ്മൾ 1 തന്നെ കൂട്ടി. അപ്പോൾ 12 ആകുമ്പോഴത്തേക്കും ഈ 2 തന്നെ കൂട്ടുക. 12 എന്ത് ചെയ്തു? ആ 2നെ കൂട്ടി. 12ലുള്ള ഒറ്റയുടെ സ്ഥാനത്തുള്ള 2നെ കൂട്ടി. ഇനി എന്ത് ചെയ്യുക? ഈ 2ൻ്റെ തന്നെ സ്ക്വയർ എടുക്കുക. 12നെ എടുക്കുക. 12ൽ ആ 12ൻ്റെ സ്ഥാനത്തുള്ള ആ 2നെ തന്നെ എന്ത് ചെയ്യുക? കൂട്ടുക. ആ സംഖ്യയുടെ തന്നെ സ്ക്വയർ എടുക്കുക. ആ 12ൽ 12 എന്ന് എഴുതുക. എന്നിട്ട് അവസാനത്തെ ഒറ്റയുടെ ഭാഗത്തുള്ള സംഖ്യ 2 ആണ്. ആ 2നെ കൂട്ടുക. അതിനോടൊപ്പം എന്ത് ചെയ്യുക? ആ 2ൻ്റെ സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുക്കുമ്പോൾ എങ്ങനെ വരുമായിരിക്കും? 12നോടൊപ്പം 2 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 12നോടൊപ്പം 2 കിട്ടിയപ്പോൾ 14 എന്ന് വന്നു അല്ലേ. 12നോടൊപ്പം 2 കൂട്ടിയപ്പോൾ നമുക്ക് 14 എന്ന് വന്നു. ഇനിയുള്ളത് 2ൻ്റെ സ്ക്വയർ ആണ്. 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 ആണല്ലോ. നമുക്ക് 12ൻ്റെ സ്ക്വയർ എത്രയാണെന്ന് കിട്ടി? നമുക്ക് 144 ആണെന്ന് കിട്ടി. 12ൻ്റെ സ്ക്വയർ നമുക്ക് 144 ആണെന്ന് കിട്ടി. ഇനി അടുത്ത സംഖ്യ എടുക്കാം. 13. 13ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 13നെ നമുക്ക് അതുപോലെ എഴുതാം അല്ലേ. 13 പ്ലസ് 13ൻ്റെ ആരെ എടുക്കണം? 13ൻ്റെ 3നെ എടുക്കാം. നമുക്ക് 11 ആകുമ്പോൾ 1 തന്നെ വരുന്നു. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിന് ചെയ്യാം. 12 13 പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക? ആ 13നെ അതുപോലെ എഴുതി ആ 3നെ എടുക്കുക. 3നെ എടുത്ത് എന്ത് ചെയ്യുക? അതിനോടൊപ്പം കൂട്ടുക. 13ൽ ആ 3നെ അതിനോടൊപ്പം കൂട്ടുക. കൂട്ടിയതിന് ശേഷം ആ 3ൻ്റെ സ്ക്വയർ എടുക്കുക. 13ന് 3 കൂട്ടിയതിന് ശേഷം ആ 3ൻ്റെ സ്ക്വയർ എടുക്കുക. ഏതാണോ എടുക്കുന്ന സംഖ്യ അതിൽ ഒറ്റയുടെ സംഖ്യ നോക്കിയാൽ മതി. സ്ഥാനത്ത് വരുന്ന സംഖ്യ നോക്കിയാൽ മതി. അതിന് തന്നെ നമ്മൾ ആവർത്തി ചെയ്ത് പോകുന്നതാണ്. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ 13ൻ്റെ കൂടെ ഈ 3നെ കൂട്ടുക. 13ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ എത്ര കിട്ടി? 16. 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9. അപ്പോൾ എത്ര വന്നു നമുക്ക്?
169. നമ്മുടെ സംഖ്യ എത്രയാണ്? 13ൻ്റെ സ്ക്വയർ എത്രയാണ്? 169. 11 എടുത്തപ്പോഴത്തേക്ക് നമുക്ക് 11 പ്ലസ് ആ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ 1 ആ 1 തന്നെ കൂട്ടി ആ 1ൻ്റെ സ്ക്വയർ എടുത്തു. അപ്പോൾ നമുക്ക് 121. 12ൻ്റെ സ്ക്വയർ ആയപ്പോഴത്തേക്കുമോ 12 എടുത്തു പ്ലസ് 2 പിന്നെ ആ 2ൻ്റെ സ്ക്വയറും കൂടെ ചേർത്ത് എഴുതി. അപ്പം 12 + 2 14 പിന്നെ 4 കൂടെ ചേർത്ത് എഴുതിയപ്പോഴത്തേക്കും 144. ട്രിക്ക് മെത്തേഡാണ്. 13ൻ്റെ സ്ക്വയർ എടുത്തു 13 + 3 ആ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ 3 ആ 3നെ കൂട്ടി ആ 3ൻ്റെ സ്ക്വയർ എടുത്തു. അപ്പോൾ എങ്ങനെ വന്നു? 169. ഇനി നമുക്ക് 14 നോക്കാം. ഇനിയുള്ളത് 14ൻ്റെ സ്ക്വയറാണ്. 14ൻ്റെ സ്ക്വയറിന് എങ്ങനെ എഴുതാൻ പറ്റുമായിരിക്കും? 14 ആണല്ലോ. 14 അതുപോലെ എഴുതി. ഇനിയുള്ളത് 4 + 4. 14 + 4. ഇനി എന്ത് ചെയ്യുക? 4ൻ്റെ സ്ക്വയർ എടുക്കുക ആണല്ലോ. 4ൻ്റെ സ്ക്വയർ എടുക്കുക. ഇവിടെ കൂട്ടി എഴുതുമ്പോൾ എങ്ങനെ വരും നമുക്ക്? 14 + 4 എത്രയാണ്? 18 ആണല്ലോ. 14 + 4 18. ഇനിയുള്ളത് 4ൻ്റെ സ്ക്വയർ ആണ് അല്ലേ. അപ്പം 4ൻ്റെ സ്ക്വയർ എടുക്കുമ്പം 16 എന്നൊരു സംഖ്യയാണ് വരുന്നത്. 16 എന്നൊരു സംഖ്യയാണ് വരുന്നത്. നേരത്തെ 13 വരെ ഒരു സംഖ്യ ഉണ്ടായിരുന്നുള്ളൂ. 16 ആയിരുന്നപ്പോഴത്തേക്കും 2 സംഖ്യകളുണ്ട്, 1 ഉണ്ട് 6 ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞു. ഈ 16ലെ 6 ഒറ്റയുടെ ഭാഗത്തുള്ള സംഖ്യ അതിനോടൊപ്പം തന്നെ എഴുതുക. ഈ 1നെ തൊട്ടടുത്ത സംഖ്യയോടൊപ്പം കൂട്ടുക. അതിൻ്റെ ആ 8 ആണെങ്കിൽ 8, 9 ആണെങ്കിൽ 9 തൊട്ടടുത്ത് വരുന്ന സംഖ്യ. ഇപ്പോൾ 18 186 എന്ന് വന്നു. 186ൽ ഈ 6 16ൻ്റെ 6 ഈ 1 എന്ത് ചെയ്യുക? 8നോടൊപ്പം കൂട്ടുക. 8നോടൊപ്പം കൂട്ടുമ്പോഴത്തേക്ക് എങ്ങനെ വരും നമുക്ക്? 196. ഇതെന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ 4ൻ്റെ സ്ക്വയർ 16 അപ്പോൾ 2 സംഖ്യകളുണ്ട്. അങ്ങനെ 2 സംഖ്യകൾ വരുമ്പോഴത്തേക്കും ആ ഒറ്റയുടെ ഭാഗത്തുള്ള 16 ആണെങ്കിൽ 6നെ സംഖ്യയോടൊപ്പം ചേർത്ത് എഴുതുക. ആ മിച്ചമുള്ള ഇപ്പുറത്ത് വരുന്ന സംഖ്യ ഏതാണോ അതിനെ ആ ബാക്കിയുള്ള സംഖ്യയോടൊപ്പം കൂട്ടുക. കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ കിട്ടി? 196 കിട്ടി. അടുത്ത സംഖ്യ നോക്കാം. അടുത്ത സംഖ്യ എന്താണ്? 15 ആണ്. 15ൻ്റെ സ്ക്വയർ എടുക്കാം. 15ൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴത്തേക്ക് എങ്ങനെ വരും? 15 എന്ത് ചെയ്യുക? ഒറ്റയുടെ സ്ഥാനത്തുള്ള അല്ലെങ്കിൽ 5 ആണ് അല്ലേ. 15 ആകുമ്പോൾ 5 ആണ് വരുന്നത്. 5നെ എന്ത് ചെയ്യുക? കൂട്ടുക. കൂട്ടിയതിന് ശേഷം 5ൻ്റെ സ്ക്വയർ എടുക്കുക. 5നെ കൂട്ടി ഇനി 5ൻ്റെ സ്ക്വയർ എടുക്കുക. എന്നിട്ട് സംഖ്യകൾ ചേർത്ത് എഴുതിയാൽ മതി. 15ൻ്റെ 5 കൂട്ടുമ്പോൾ എത്ര കിട്ടി നമുക്ക്? 20 എന്ന് കിട്ടി. ഇനി 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25. 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25ൽ ആ സംഖ്യ ഒറ്റയുടെ സ്ഥാനത്തല്ല 25ൻ്റെ 5 അതിനോടൊപ്പം എഴുതുക. ഈ 2 ആർക്കിപ്പം കൂട്ടുക? 20നോടൊപ്പം കൂട്ടുക. ആദ്യം എഴുതുന്ന സംഖ്യയ്ക്ക് മാറ്റമില്ല. ഇപ്പുറത്തുള്ള സംഖ്യ എന്ത് ചെയ്യുക? ആ 20നോടൊപ്പം കൂട്ടുക. കൂട്ടുമ്പോൾ എങ്ങനെ കിട്ടും നമുക്ക്? 225 ആണല്ലോ. 225. ഇത് നമുക്ക് അടുത്ത സംഖ്യ നോക്കാം. 16. 16ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എങ്ങനെ വരും? 16ൻ്റെ സ്ക്വയർ എടുക്കുമ്പം 16നോടൊപ്പം എന്ത് ചെയ്യുക? 6നെ കൂട്ടുക. 6ൻ്റെ സ്ക്വയർ എടുക്കുക ആണല്ലോ. 16നോടൊപ്പം 6 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 22. ഇനി എന്ത് ചെയ്യുക? 6ൻ്റെ സ്ക്വയർ എന്ത് ചെയ്യുക? ആ സംഖ്യയോടൊപ്പം ചേർത്ത് എഴുതുക. ആ 36ൽ 6 ആ സംഖ്യയോടൊപ്പം തന്നെ ചേർക്കുക. ആ ബാക്കി വരുന്ന 3 ആ 22നോടൊപ്പം കൂട്ടുക. 6 അതുപോലെ എഴുതി 22നോടൊപ്പം 3നെ കൂട്ടി. 3നെ കൂട്ടുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 22 3 കൂടെ ആകുമ്പോഴത്തേക്കും 25. 25 6 256. 25 6 256. ഇനി അടുത്ത സംഖ്യ നോക്കാം. 17ൻ്റെ സ്ക്വയർ. 17ൻ്റെ സ്ക്വയർ എങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും? 17ൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴത്തേക്കും 17 ഇനി എന്ത് ചെയ്യുക? 7 കൂട്ടുക. കൂട്ടിയതിന് ശേഷം 7ൻ്റെ സ്ക്വയർ ആണല്ലോ. 17നോടൊപ്പം 7 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 24. 17നോടൊപ്പം 7 കൂട്ടുമ്പോൾ നമുക്ക് 24 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക? 7ൻ്റെ സ്ക്വയർ എത്രയാണ്? 49 ആണ്. അതിൽ 9 അവിടെ തന്നെ എഴുതുക. ഈ 4നോടൊപ്പം 24നോടൊപ്പം ആ 49ൻ്റെ 4നെ കൂട്ടുക. അപ്പം എങ്ങനെ വന്നു? 28 9 289. ഇനി നമുക്ക് അടുത്ത സംഖ്യ നോക്കാം. 18ൻ്റെ സ്ക്വയർ എടുക്കാം. 18ൻ്റെ സ്ക്വയർ എങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും? 18 + 8. ഇനി എന്ത് ചെയ്യുക? 8ൻ്റെ സ്ക്വയർ എടുക്കുക ആണല്ലോ. 18 + 8 എത്ര വരും നമുക്ക്? 26. 18നോടൊപ്പം 8 ചേർക്കുമ്പോഴത്തേക്ക് നമുക്ക് 26 എന്ന് വരും. ഇനിയുള്ളത് 8ൻ്റെ സ്ക്വയറാണ്. 8ൻ്റെ സ്ക്വയർ എത്രയാണ്? 64 ആണ്. 8ൻ്റെ സ്ക്വയർ 64 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ആ 4നെ അതുപോലെ എഴുതുക.
6നെ 26നോടൊപ്പം ചേർക്കുക. 6നെ 26നോടൊപ്പം ചേർക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 26 6 32. അപ്പോൾ 324. എത്ര കിട്ടി നമുക്ക്? 324. ഇനി അടുത്ത സംഖ്യ നോക്കാം. 19. 19ൻ്റെ സ്ക്വയർ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? 19ൻ്റെ സ്ക്വയർ എടുക്കാൻ വേണ്ടിയിട്ട് 19 + 9. ഇനി ആ 9ൻ്റെ സ്ക്വയർ എടുക്കുകയാണല്ലോ. 19 + 9 എത്രയാണ്? 28. 9ൻ്റെ സ്ക്വയർ എത്രയാണ്? 81. ആ 81ൻ്റെ 1 ഇവിടെ എഴുതുക. 8 28നോടൊപ്പം കൂട്ടുക. കൂട്ടുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 28 8 കൂടെ ആകുമ്പോഴത്തേക്കും 36. പിന്നെ ഒരു 1 അല്ലേ? 361. 19ൻ്റെ സ്ക്വയർ എത്രയാണ്? 361. എല്ലാ സംഖ്യകളും ആയില്ലേ? 11 മുതൽ 19 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ നമ്മൾ എളുപ്പത്തിന് കണ്ടുപിടിച്ചില്ലേ? ഇത് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതി നോക്കാം. 11 മുതൽ 19 വരെയുള്ള 11, 12, 13, 14, 15, 16, 17, 18, 19 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ നമുക്ക് എളുപ്പത്തിന് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ഒന്നുകൂടെ എഴുതി നോക്കുന്നതാണ്. 11ൻ്റെ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 11ൻ്റെ സ്ക്വയർ എങ്ങനെ എഴുതാൻ പറ്റും? 11 എന്ത് ചെയ്യുക? ആ 1 കൂട്ടുക. അതിനോടൊപ്പം 1ൻ്റെ സ്ക്വയർ ചേർത്ത് എഴുതുക. ആണല്ലോ. 11നോടൊപ്പം 1 കൂട്ടുമ്പം 12. 12നോട് എന്ത് ചെയ്യുക? 1 ചേർത്ത് എഴുതുക. അപ്പം നമുക്ക് എത്ര കിട്ടി? 121 ആണല്ലോ. അടുത്ത് 12ൻ്റെ സ്ക്വയർ. 12ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? 12നോടൊപ്പം 2 കൂട്ടുക. 2ൻ്റെ സ്ക്വയർ എടുക്കുക. ആണല്ലോ. 12നോടൊപ്പം 2 കൂട്ടുമ്പോൾ എത്ര വന്നു? 14 വന്നു. 14. 4നോടൊപ്പം എന്ത് ചെയ്യുക? 2ൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പം എത്ര കിട്ടി? 144. ആ സ്ക്വയർ ചേർത്ത് എഴുതിയപ്പോൾ നമുക്ക് 144. അടുത്ത സംഖ്യ നോക്കുക. 13ൻ്റെ സ്ക്വയർ. അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും. 13 + 3. ആ 3ൻ്റെ സ്ക്വയർ എടുക്കുക. ആണല്ലോ. 13നോടൊപ്പം 3 ചേർക്കുമ്പോൾ എത്ര കിട്ടി? 16. പിന്നെ ഉള്ളത് 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9. 169. അടുത്ത സംഖ്യ നോക്കൂ. 14ൻ്റെ സ്ക്വയർ. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. 14 + 4 4ൻ്റെ സ്ക്വയർ. ആണല്ലോ. 14 + 4 4ൻ്റെ സ്ക്വയർ. അവിടെ എന്ത് പ്രശ്നം വരുന്നു എന്ന് വെച്ചാൽ 14 സ്ക്വയർ ആകുമ്പോഴത്തേക്കും 16 മാറും. അപ്പോൾ 2 സംഖ്യകൾ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ 6 ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ അവിടെ തന്നെ എഴുതുക. ആ ബാക്കി വരുന്ന 1 അല്ലെങ്കിൽ 10ൻ്റെ പ്ലേസിലുള്ള സംഖ്യ ഇപ്പറയുള്ള സംഖ്യകളോടൊപ്പം കൂട്ടുക. 14 + 4. 14 + 4 എത്രയാണ്? 18. ആണല്ലോ. 18. ഇനിയുള്ളത് 4ൻ്റെ സ്ക്വയർ. 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. ആ 16ൻ്റെ 6 ഇവിടെ എഴുതുക. 1 8നോടൊപ്പം കൂട്ടുക. അല്ലെങ്കിൽ 18നോടൊപ്പം കൂട്ടുക. കൂട്ടുമ്പോൾ എങ്ങനെ കിട്ടും നമുക്ക്? 196. ആണല്ലോ. 196. അടുത്ത സംഖ്യ 15ൻ്റെ സ്ക്വയർ. 15ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 15നോടൊപ്പം 5 കൂട്ടി 5ൻ്റെ സ്ക്വയർ എടുക്കുക. ആണല്ലോ. 15നോടൊപ്പം 5 കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് 20 വന്നു. 5ൻ്റെ സ്ക്വയർ എടുത്തപ്പോഴത്തേക്ക് നമുക്ക് 25 വന്നു. അതിൽ നമ്മൾ 5 അതിനോടൊപ്പം എഴുതി. 2 20നോടൊപ്പം കൂട്ടുമ്പോൾ എങ്ങനെ കിട്ടും നമുക്ക്? 225. ആണല്ലോ. അടുത്ത സംഖ്യ 16 ആണ്. 16ൻ്റെ സ്ക്വയർ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? 16നോടൊപ്പം 6 കൂട്ടി 6ൻ്റെ സ്ക്വയർ എടുക്കുക. ആണല്ലോ. 16നോടൊപ്പം 6 കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടി? 22. ഇനി എന്ത് ചെയ്യുക? 6ൻ്റെ സ്ക്വയർ എടുക്കുക. 6ൻ്റെ സ്ക്വയർ എടുക്കുക നമുക്ക് 36 ആണ്. അതിൽ 6 ഇവിടെ എഴുതി. 3 22നോടൊപ്പം കൂട്ടിയപ്പോൾ എങ്ങനെ കിട്ടി നമുക്ക്? 25 6 256. അടുത്ത സംഖ്യ നോക്കാം. 17ൻ്റെ സ്ക്വയർ. 17ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും? 17നോടൊപ്പം 7 കൂട്ടി 7ൻ്റെ സ്ക്വയർ എടുത്തു. ആണല്ലോ. 17നോടൊപ്പം 7 കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 24. ഇനി 7ൻ്റെ സ്ക്വയർ എത്രയാണ്? 49. ആണല്ലോ. 49ൻ്റെ 9 ഇവിടെ എഴുതുക. 4 24നോടൊപ്പം കൂട്ടുക. കൂട്ടി എഴുതുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ കിട്ടി? 24 4 28 9 289. അടുത്ത സംഖ്യ നോക്കൂ. 18ൻ്റെ സ്ക്വയർ. 18ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 18നോടൊപ്പം 8 കൂട്ടുക. 8ൻ്റെ സ്ക്വയർ എടുക്കുക. ആണല്ലോ. 18നോടൊപ്പം 8 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 26. ആണല്ലോ. 26നോടൊപ്പം ഇനി എന്ത് ചെയ്യുക? 8ൻ്റെ സ്ക്വയർ. 26നോടൊപ്പം 8ൻ്റെ സ്ക്വയർ. 8ൻ്റെ സ്ക്വയർ എത്രയാണ്? 64ൻ്റെ 4 ഇവിടെ എഴുതുക. 6 താഴെ എഴുതുക. അപ്പോൾ 26 6 എത്ര വന്നു നമുക്ക്? 32. 324. ആണല്ലോ. 324.
അടുത്ത സംഖ്യ നോക്കുക 19. 19ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും? 19 + 9 പിന്നെ 9ൻ്റെ സ്ക്വയർ ആണല്ലോ. 19 + 9 പിന്നെ 9ൻ്റെ സ്ക്വയർ എഴുതുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ വരും? 19 + 9 എടുക്കുമ്പോഴത്തേക്കും നമുക്ക് 28 ആണല്ലോ. 28. 9ൻ്റെ സ്ക്വയർ 81. 1 ഇവിടെ എഴുതുക, 8 28നോടൊപ്പം കൂട്ടുക. ഇനി എന്ത് ചെയ്യുക? 28 8 28 എത്രയാണ്? 36 ആണല്ലോ. 36 പിന്നെ 1 36 1 കൂടി ചേരുമ്പോഴത്തേക്ക് നമുക്ക് 361. കാണാതെ പഠിക്കാണ്ട് തന്നെ ഈ ഒരു ട്രിക്ക് അറിയാമെങ്കിൽ നമുക്ക് 11 മുതൽ 19 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ എളുപ്പത്തിന് വേഗത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. എന്ത് ചെയ്യുക? ആ സംഖ്യ എഴുതുക. ആ സംഖ്യയുടെ 1 ആണോ 2 ആണോ 3 ആണോ 11 ആണെങ്കിൽ 1, 12 ആണെങ്കിൽ 2, 13 ആണെങ്കിൽ 3, 14 ആണെങ്കിൽ 4 ഏതാണോ വരുന്നത് ആ സംഖ്യ എന്ത് ചെയ്യുക? ആ സംഖ്യയോടൊപ്പം കൂട്ടുക. കൂട്ടിയതിന് ശേഷം അതേ സംഖ്യ തന്നെ സ്ക്വയർ എടുക്കുക. 4 ആണെങ്കിൽ 4ൻ്റെ സ്ക്വയർ, 5 ആണെങ്കിൽ 5ൻ്റെ സ്ക്വയർ, 3 ആണെങ്കിൽ 3ൻ്റെ സ്ക്വയർ എടുത്ത് ആ സംഖ്യയോടൊപ്പം ചേർത്ത് എഴുതുക. ഇപ്പം 1 ആണ് 4 ആണ് 9 ആണ് എന്നൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആ സംഖ്യയോടൊപ്പം ചേർത്ത് എഴുതിയാൽ മതി. അങ്ങനെയല്ല 16 ആണ് 25 ആണ് എന്നൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? ആ സ്ക്വയർ തൊട്ടടുത്തിട്ടുള്ള നമുക്കിപ്പോൾ നേരത്തെ കൂട്ടി കിട്ടി ആ സംഖ്യയോടൊപ്പം കൂട്ടുക. 16 ആണെങ്കിൽ ആ തൊട്ട് മുന്നേയുള്ള എത്രയാണോ കിട്ടിയത് ആ സംഖ്യയോടൊപ്പം കൂട്ടി നമുക്ക് എന്ത് എഴുതാൻ പറ്റി? സ്ക്വയർ എഴുതാൻ വേണ്ടി സാധിച്ചു. ഇവിടെ നമുക്ക് 14ൻ്റെ സ്ക്വയർ എടുത്തപ്പോഴത്തേക്കും ആ കൂട്ടി കിട്ടിയത് 18 ആണ്. പക്ഷെ നമ്മുടെ 4ൻ്റെ സ്ക്വയർ 16 ആയത് കാരണം, 2 സംഖ്യകൾ ഉള്ളത് കാരണം ആ ഒറ്റയുടെ പ്ലേസ് 6 അതുപോലെ എഴുതി. അതിനിപ്പുറയുള്ള സംഖ്യ 18നോടൊപ്പം കൂട്ടിയപ്പോഴത്തേക്കും നമുക്ക് 19 എന്ന് കിട്ടി. അപ്പം 196. 14 മുതൽ നമുക്ക് അങ്ങനെ പോകുന്നു, കാരണം 2 സംഖ്യകൾ ഉള്ളത് കാരണം. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് അങ്ങ് എഴുതിപ്പോയാൽ മാത്രം മതി. അങ്ങനെ നമുക്ക് 14ൻ്റെ സ്ക്വയർ 196 എളുപ്പത്തിന് കണ്ടുപിടിക്കാൻ പറ്റി. 15ൻ്റെ സ്ക്വയർ 225 ആണ്. ഇങ്ങനെ ഗുണിച്ച് ഇപ്പോൾ 2 സംഖ്യകളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിച്ച് ഒരുപാട് സമയം വേസ്റ്റ് ആക്കേണ്ടതില്ല. ഈ ട്രിക്ക് മെത്തേഡ് അറിയാമെങ്കിൽ, നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമില്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്കിത് ഓർമ്മയിൽ നിൽക്കും. 16ൻ്റെ സ്ക്വയർ എത്രയാണ്? നമുക്ക് 256 ആണ്. 17ൻ്റെ സ്ക്വയർ 289 എന്ന് കിട്ടി. 8ൻ്റെ സ്ക്വയർ നമുക്ക് 324 എന്ന് കിട്ടി. 19ൻ്റെ സ്ക്വയർ നമുക്ക് 361 എന്ന് കിട്ടി. ഈ ട്രിക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.